ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം, ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോ എഴുന്നള്ളും നിമിഷം. ഇത് ആരാധനയുടെ നിമിഷം. വലതുകരമുയർത്തിക്കൊണ്ട് ആരാധിച്ചിടുന്നു ഞങ്ങൾ, ഈശോയെ പാടി നമിക്കുന്നു ഞങ്ങൾ. എല്ലാവരും ചേർന്ന് ആരാധിച്ചിടുന്നു ഞങ്ങൾ, പാടി നമിക്കുന്നു ഞങ്ങൾ. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും അതരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇതാ നമ്മുടെ കർത്താവ് ദിവ്യകാരുണ്യമായ ഈശോ തിരുവോസ്ത് രൂപനായി എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, മക്കളും മാതാപിതാക്കളും സഹോദരി സഹോദരങ്ങളും ഒന്നു ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് കുടുംബങ്ങളെ സമർപ്പിച്ച്, മാതാപിതാക്കളെ സമർപ്പിച്ച്, എല്ലാ മക്കളെയും സമർപ്പിച്ച്, നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഒത്തിരിയേറെ സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമ്മളെല്ലാവരും കർത്താവിൻ്റെ വചനം ശ്രവിക്കുവാനും ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിക്കാനുമായി ഒന്ന് ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, വിശുദ്ധ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയും ദിവ്യകാരുണ്യമായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയും ഒരേ സാന്നിധ്യമാണ്, ഒരേ ശക്തിയാണ്, ഒരേ കൃപകളാണ് നമുക്കെല്ലാവർക്കും നൽകുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈ വചനം ശ്രവിക്കുമ്പോൾ ഓർക്കണം, വചനത്തിൽ കർത്താവ് നമ്മളോട് എന്താണോ സംസാരിക്കുന്നത് അത് തന്നെയാണ് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരുന്നു കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് യേശുമിശിഹ പ്രവർത്തിക്കുന്നത്, നമുക്ക് നൽകുന്നത്, നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെടുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഈശോ നൽകുന്ന ഒരു ദൈവവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വചനഭാഗങ്ങളാണ്. അത് ഇപ്രകാരമാണ്: പിന്നീട് അവൻ ബെത്സൈദയിലെത്തി. കുറേ പേർ ഒരു അന്ധനെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെപ്പോലെ ഇരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവൻ്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. പ്രിയമുള്ളവരെ, ഈ ദൈവവചന ഭാഗത്തിലൂടെ
ഇന്ന് കർത്താവ് നമുക്ക് 5 പ്രധാനപ്പെട്ട സന്ദേശങ്ങളാണ് നൽകുന്നത്. എത്രയോ ശക്തവും പ്രധാനപ്പെട്ടതുമായ വചനഭാഗമാണെന്നോ ഇന്ന് നമുക്ക് ഈശോ നൽകിയിട്ടുള്ളത്. ഒന്നാമത്തെ സന്ദേശം ഇങ്ങനെയാണ്. അത് 8-ാം അധ്യായത്തിലെ 22-ാം വചനമാണ്. ആ വചനം എങ്ങനെയാണ്? കുറേ പേർ ഒരു അന്ധനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എന്താ അതിൻ്റെ അർത്ഥം? കുറേ പേര് ഒരുമിച്ച് ചേർന്ന് ഒരു അന്ധനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരെയും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നവരാകണം. പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ കുറവുകൾ, വേദനകൾ, സങ്കടങ്ങൾ, കഷ്ടതകൾ, ഇങ്ങനെയുള്ളവരെയൊക്കെ കർത്താവിനെക്കുറിച്ച് അവരോട് പറഞ്ഞ് അവരെ ഓരോരുത്തരെയും ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരണം. എന്താ അങ്ങനെ പറയുന്നത്? അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യമാണ്, നമ്മുടെ കടമയാണ്. മാത്രമല്ല, കർത്താവിൽ നിന്നാണ് ആത്യന്തികമായി അനുഗ്രഹങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരെയും, മറ്റുള്ളവരെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധയുള്ളവരായിരിക്കണം, ഒന്നാമതായിട്ട്. ഇനി രണ്ടാമതായിട്ട് ഈ വചനം പറയുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് അവർ ആ 22-ാം വചനത്തിൻ്റെ 2-ാം ഭാഗം, അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അതായത് പ്രിയപ്പെട്ടവരെ, രണ്ടാമത് ഈശോ തരുന്ന സന്ദേശം എങ്ങനെയാണെന്നോ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ, ഒരു 100% പ്രാർത്ഥനയിലെ 80-90% നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ജനം മുഴുവൻ ചെയ്തു തന്നതായി വചനത്തിൽ. കർത്താവേ, അന്ധനായ ഈ മനുഷ്യനെ ഒന്ന് സ്പർശിച്ച് സുഖപ്പെടുത്തി കാഴ്ച തിരിച്ചു കൊടുക്കണമേ എന്ന് അവരെല്ലാവരും കൂടെ ഈശോയോട് അപേക്ഷിച്ചു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി വലിയ ശ്രദ്ധ കൊടുക്കണം. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രാധാന്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിധത്തിൽ ഈശോ പ്രവർത്തിക്കും. കാനായിലെ വിവാഹ വിരുന്നിൽ പരിശുദ്ധ കന്യാമറിയം ആ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈശോയോട് മാധ്യസ്ഥം വഹിച്ചത്, തനിക്ക് വേണ്ടി തന്നെയല്ല. ഉടനെ ആ കുടുംബത്തിൽ വലിയ അനുഗ്രഹം കിട്ടിയില്ലേ? ഇതുപോലെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണം. കാരാഗ്രഹത്തിലായിരുന്ന പത്രോസിന് വേണ്ടി ഒരു വലിയ സമൂഹം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതങ്ങളല്ലേ പത്രോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അത്രയേറെ പ്രാധാന്യമുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം, അത് 23-ാമത്തെ വചനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 23-ാമത്തെ വചനം ഇങ്ങനെയാണ്. യേശു അവൻ്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവൻ്റെ മേൽ കൈകൾ വെച്ചു. പ്രിയപ്പെട്ടവരെ, അതിന് തൊട്ട് മുന്നേ ഈശോ ചെയ്യുന്ന കാര്യം, യേശു അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. എന്താണ് ഈ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാലെന്നുണ്ടോ? ഇവനിങ്ങനെ സാധാരണമായ വിധത്തിൽ അവൻ്റെ ചിന്തകൾ, അവൻ്റെ പ്രവൃത്തികൾ, ജീവിതശീലങ്ങൾ, സുഹൃത്തുക്കൾ, ഇതൊക്കെയുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളിൽ നിന്നും ഈശോ അവനെ പുറത്തേക്ക് കടത്തിയെന്ന്. പ്രിയപ്പെട്ടവർ ഓർക്കണം, പലവിധ ചിന്തകൾ കൊണ്ട് നമ്മുടെ ജീവിതം ആകെ ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ, നമ്മൾ ഓരോരുത്തരും പല തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപഴകുകയും പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ള വ്യക്തികളുമായി കൂടിച്ചേർന്നൊക്കെ ജീവിക്കുമ്പോൾ ദൈവാനുഭവത്തിൽ ജീവിക്കാനോ വളരാനോ ദൈവാനുഗ്രഹം കിട്ടാനോ പലപ്പോഴും തടസ്സമാകും. അതുകൊണ്ട് ഈശോ ചെയ്ത് കണ്ടില്ലേ, ഈശോ അവനെ ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, എല്ലാ ചുറ്റുപാടുകളിൽ നിന്നും അവനെ മാറ്റി നിർത്തി. ഇതാണ് മൂന്നാമതായി ചെയ്ത പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പ്രാർത്ഥിക്കുകയായാലും നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അങ്ങേയറ്റം നമ്മളെ ഏതെങ്കിലും മോശമായ ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്നുവെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ
അവരിൽ നിന്നും മാറണം. അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും ഐഡിയോളജികളിൽ നിന്നും നമ്മൾ മാറണം. എന്നിട്ടോ കർത്താവിൻ്റെ അടുത്തേക്ക് നമ്മളെ അടുപ്പിക്കുന്ന വിധത്തിലും ഈശോയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ യോജ്യമായ വിധത്തിലുള്ള ചിന്തകൾ കൊണ്ട്, സൗഹൃദങ്ങൾ കൊണ്ട്, സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ നിറയണം. അതാണ് ഇവിടെ ഈശോ അവനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. ഇനി നാലാമതായിട്ട് നമ്മൾ കാണുന്നത് ഇങ്ങനെ അതിനുശേഷം കണ്ണുകൾ ഇതൊക്കെ ചെയ്തിട്ട് ഈശോ ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന്. അതായത് 24-ാം അധ്യായ വചനത്തിൻ്റെ 2-ാം ഭാഗമാണ്. യേശു അവനോട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു എന്നതാണ്, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്, അവരൊക്കെ മരങ്ങളെപ്പോലെയാണ് ഇരിക്കുന്നത്, അവർ നടക്കുന്നതും കാണുന്നു. അതായത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് കേട്ടോ. മറ്റുള്ളവരെ ഉപഭോഗ വസ്തുക്കളായി കാണരുത് എന്ന്. ഈ ആധുനിക യുഗത്തിൽ നമുക്കറിയാം, മനുഷ്യരിൽ എല്ലാവരും മറ്റുള്ളവരെ എനിക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നോക്കുന്നത്. അവരുടെ സമയത്തെ, അവരുടെ ശരീരത്തെ, അവരുടെ ആരോഗ്യത്തെ, അവരുടെ ചിന്തകളെ, അവരുടെ കഴിവുകളെ എനിക്കെങ്ങനെ ഉപയോഗിക്കാം എന്നാണ് എല്ലാവരും നോക്കുന്നു. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാനിതേ മനുഷ്യരെ കാണുന്നുണ്ട്, മരങ്ങളെപ്പോലെയാണ് ഇരിക്കുന്നത്, അവർ നടക്കുന്നു. മരം എന്തിനുള്ളതാണ്? ഒരു മൃഗം, പശുവായാലും കാളയായാലും പോത്തായാലും അതൊക്കെ എന്തിനുള്ളതാണ്? നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം മനുഷ്യരെ ഒരു മൃഗമായി കണ്ടാൽ, ഒരു വസ്തുവായി കണ്ടാൽ, ഒരു മരമായി കണ്ടാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും, ഇത് എനിക്ക് ഉപയോഗിക്കാനുള്ള എൻ്റെ ഉപഭോഗ വസ്തുവാണ് എന്ന്. ഈശോ അതുകൊണ്ടാണ് ആ മനുഷ്യനോട് ചോദിക്കുന്നത്, നീ ഇപ്പോൾ എന്നതാ കാണുന്നേ? അയാൾ കൃത്യമായി ഉത്തരം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഇത് നമ്മൾ പറയേണ്ടതാണ്. ഇതേ ഞാൻ എൻ്റെ കൂട്ടത്തിലുള്ളവരെയൊക്കെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാണുന്നത്, കർത്താവിനോട് പ്രാർത്ഥിക്കണം, അതിൽ നിന്നും എനിക്കൊരു മോചനം തരണമേ എന്ന്. ഇനി 5-ാമത്തെ കാര്യം എങ്ങനെയാണ്? ഈശോ ആ മനുഷ്യന് പൂർണ്ണമായ കാഴ്ച തിരിച്ചു കൊടുത്തപ്പോൾ വചനം പറയുന്നു, അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു, അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. അതിനുശേഷം 26-ാം വചനം, ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അതായത് നമുക്കൊരു നല്ല പ്രാർത്ഥനാനുഭവം കിട്ടി, ദൈവാനുഭവം കിട്ടി, അങ്ങനെ ജീവിച്ചു കഴിയുമ്പം പിന്നെ പഴയ ജീവിത ശൈലികളിലേക്കും ശീലങ്ങളിലേക്കും പോകരുത് എന്ന്. മയക്കുമരുന്നിനോ മദ്യത്തിനോ പുകവലിക്കോ മോശമായ കൂട്ടുകൾക്കോ വൃത്തികെട്ട ദുശ്ശീലങ്ങൾക്കോ ഒന്നും അടിമയാകാനായിട്ട് അങ്ങനെയുള്ള ചെളിക്കുണ്ടുകളിലേക്ക് വീണ്ടും പോകരുത് എന്ന്. കർത്താവിനെ കാണാനുള്ള നമ്മുടെ കാഴ്ചകളെ മങ്ങിക്കളയുന്ന, നമ്മുടെ കാഴ്ചകളെ മുടക്കിക്കളയുന്ന എല്ലാ ഘടകങ്ങളിൽ നിന്നും നമ്മൾ ഒരിക്കൽ വിടുതൽ പ്രാപിച്ചാൽ വീണ്ടും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന്. ഇങ്ങനെ പ്രധാനപ്പെട്ട 5 സന്ദേശങ്ങളാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് യേശു മിശിഹ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. നമുക്കറിയാം, ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കി, കർത്താവിൻ്റെ അടുത്തേക്ക് മറ്റുള്ളവരെ നമ്മൾ കൊണ്ടുവരണം. രണ്ടാമതായി നമുക്കറിയാം, എല്ലാവർക്കും വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. മൂന്നാമതായി, നമ്മളായിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോകും. നാലാമതായി, നമ്മുടെ സഹജീവികളെ ഒരു ഉപഭോഗ വസ്തുക്കളായി കാണരുത്, നമ്മളെപ്പോലെ തന്നെയായി പരിഗണിക്കണം. അഞ്ചാമതായി, പ്രാർത്ഥനാനുഭവം, ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും പഴയ ജീവിതശീലങ്ങളിലേക്കും ശൈലികളിലേക്കും പോകരുത്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ദിവ്യകാരുണ്യമായ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ നമുക്ക് പറ്റണം. എന്നും എപ്പോഴും ദിവ്യകാരുണ്യമായ ഈശോയെ സ്തുതിക്കാനും ആരാധിക്കാനും
ആ സാന്നിധ്യത്തിൽ ജീവിക്കാനും നമുക്ക് പറ്റണം. മക്കളെ, ഒന്ന് രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എന്നിട്ട് ഈശോയെ മാത്രം നോക്കിക്കൊണ്ട് നമുക്കെല്ലാവർക്കും കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. മനമൊരുകി കരയുന്ന ഓരോ മക്കളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ കർത്താവേ. അവരിലേക്കൊക്കെ അങ്ങ് കാരുണ്യം ചൊരിയണമേ. കാരുണ്യം ചൊരിയണ കർത്താവേ. കരമുയർത്തി ഇതാ ഞങ്ങൾ വിളിക്കുന്നു, സ്വരം ഉയർത്തി വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന്. യേശുവേ, മനമുരുകി കരയുന്ന മക്കളെ കേൾക്കണേ. കർത്താവേ, കാരുണ്യം ചൊരിയണമേ. എല്ലാവരും ഒരുമിച്ച്. മനമുരുകി കരയുന്ന മക്കളെ കേൾക്കണേ. കർത്താവേ, കാരുണ്യം ചൊരിയണമേ. ഒരിക്കൽ കൂടി ഉറക്കെ ആലപിക്കാം. മനമുരുകി കരയുന്ന മക്കളെ കേൾക്കണേ. കർത്താവേ, കാരുണ്യം ചൊരിയണമേ. കരങ്ങൾക്കൊപ്പം നമുക്ക് എൻ്റെ കർത്താവേ, ഇന്ന് എത്രയോ അധികം ആളുകളാണ് അങ്ങയെ അറിയാതെയും അങ്ങയെ കാണാതെയും അങ്ങയെ അനുഭവിക്കാതെയും ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ചില മായാമോഹന സുഖങ്ങളിലൊക്കെ മുഴുകി കർത്താവെ അതാണ് എല്ലാമെന്നും അത് മാത്രമേ ഉള്ളൂവെന്നും ഈ ലോക ജീവിതം കൊണ്ടെല്ലാം അവസാനിക്കുന്നതെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും ഈ നിമിഷം അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. ഈശോയെ, അങ്ങയെ കാണാനുള്ള ഉൾക്കണ്ണുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. അങ്ങയെ കാണാനുള്ള വിശ്വാസത്തിൻ്റെ ഉൾക്കണ്ണുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ. അങ്ങയെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവമേ, അന്ധന് അങ്ങ് കാഴ്ച തിരിച്ചു കൊടുത്തതുപോലെ ഞങ്ങളുടെയൊക്കെ ഉൾക്കണ്ണുകൾ തുറന്നു തന്ന് അങ്ങയെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ, അങ്ങയെ സ്വന്തമാക്കുവാൻ, അങ്ങയെ അനുഭവിക്കുവാൻ ഞങ്ങൾ ദാഹിക്കുന്ന കർത്താവേ. മക്കളെ, നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് അതിനായി ആഗ്രഹത്തോടെ ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ലോകത്തിലെ ഈശോയുടെ അടുത്തേക്ക് വരാതെ കർത്താവിനെ കാണാതെ ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. അത്ഭുതകരമായ വിധത്തിൽ അനേകം മക്കളിലേക്ക് കർത്താവ് തൻ്റെ ശക്തി വർഷിക്കും. ഈശോ ഓരോ മക്കൾക്കും ഈശോയെ കാണാനും അനുഭവിക്കാനും ഉള്ള അനുഗ്രഹങ്ങൾ കർത്താവ് നൽകും. വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ ആരാധിച്ച് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി സ്വരമുയർത്തി ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, മനമുരുകി കരയുന്ന മക്കളെ കേൾക്കണേ. കൈകൾ കൂപ്പി. കർത്താവേ, കാരുണ്യം ചൊരിയണമേ. എല്ലാവരും മനമുരുകി കരയുന്ന മക്കളെ കേൾക്കണേ. കർത്താവേ, കാരുണ്യം ചൊരിയണമേ. എൻ്റെ ഈശോയെ, എന്തുമാത്രം വ്യക്തികളാണ് കാഴ്ചയില്ലാതെ ജീവിക്കുന്നവർ, ജന്മനാ തന്നെ അന്ധത ബാധിച്ചവർ, ഏതെങ്കിലും അപകടത്തിൽപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ച പോയവർ, പ്രത്യേകിച്ചും രോഗങ്ങൾ മൂലം കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെ വലിയ സങ്കടം അനുഭവിക്കുന്ന അനേകം വ്യക്തികളുണ്ടല്ലോ. മറ്റ് പല തരത്തിലുള്ള രോഗങ്ങളാൽ വേദനിക്കുന്നവർ, അവരൊക്കെ എൻ്റെ കർത്താവെ എപ്പോഴും മനസ്സുരുകി വേദനിച്ച് കരയുകയാണ്. ഈശോയെ, ആരാധന സമയത്ത് അങ്ങ് തിരുമനസ്സാകണമേ. അന്ധന് കാഴ്ച തിരിച്ചു കൊടുത്ത എൻ്റെ കർത്താവെ, പലതരത്തിലുള്ള രോഗത്താൽ വേദനിക്കുന്ന ഓരോരുത്തരെയും ഈ ദിവ്യകാരുണ്യ ആരാധനാ സമയത്ത് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ, അന്ധർക്ക് കാഴ്ച കൊടുത്ത്
ബധിരർക്ക് കേൾവി കൊടുത്ത ഓരോരുത്തരേക്കും സൗഖ്യം നൽകിയ എൻ്റെ പൊന്നു തമ്പുരാനെ, നാനാവിധ രോഗങ്ങളാൽ വേദനിച്ച് മനസ്സുരുകി കരയുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഇതാ ഞങ്ങൾ കരമുയർത്തുന്നു, അങ്ങേ പക്കലേക്ക് കരമുയർത്തുന്നു. കണ്ണിന് കാഴ്ചയില്ലാത്തവർ, ചെവി കേൾക്കാൻ പറ്റാത്തവർ, സംസാര ശക്തിയില്ലാത്തവർ, കർത്താവെ വലിയ തണ്ടല് വേദനയുള്ളവർ, തളർവാദ രോഗികൾ, ത്വക്ക് രോഗികൾ, അലർജി ഉള്ളവർ, ഹാർട്ടിന് രോഗമുള്ളവർ, പല തരത്തിലുള്ള രോഗത്താൽ വല്ലാതെ വിഷമിക്കുന്നവർ, അവരൊക്കെ കർത്താവെ മനസ്സുരുകി കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. മക്കളെ ഒന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് എല്ലാ രോഗികൾക്കും വേണ്ടി ആ ജനം മുഴുവൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ രോഗശാന്തികൾ കർത്താവ് പ്രദാനം ചെയ്യും. അത്ഭുതകരമായ വിധത്തിൽ രോഗികളെ ഈശോ തൊട്ട് സുഖപ്പെടുത്തും. വിളിച്ച് പ്രാർത്ഥിക്കുക മക്കളെ, വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ ഇടപെടൽ സംഭവിക്കും. കർത്താവ് തൊട്ടനുഗ്രഹിക്കും, തൊട്ട് സുഖപ്പെടുത്തും. വിളിച്ചുണരട്ടെ യേശുവേ. മനമുരുകി കരയുന്ന മക്കളെ കേൾക്കണേ, ഈശോയേ. കർത്താവേ കാരുണ്യം ചൊരിയണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് മനമുരുകി കരയുന്ന മക്കളെ കേൾക്കണേ, കർത്താവേ കാരുണ്യം ചൊരിയണമേ. എൻ്റെ ഈശോയെ, എന്തുമാത്രം വ്യക്തികളാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ വല്ലാതെ ദാരിദ്ര്യാവസ്ഥയിൽ കഴിയുന്നത്. ഈശോയെ, കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് 10 പൈസ പോലുമില്ലാതെ ദുരിതക്കയത്തിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരൊക്കെ എൻ്റെ പൊന്നു തമ്പുരാനെ മനസ്സുരുകി കരയുകയാണ്. ഒരു വഴിയും അവരുടെ മുന്നിൽ തെളിഞ്ഞ് കാണുന്നില്ല. മക്കളെ സംരക്ഷിക്കാൻ, കുടുംബത്തെ സംരക്ഷിക്കാൻ ഒരു വഴിയും അവരുടെ മുന്നിൽ തെളിഞ്ഞ് കാണുന്നില്ല. എല്ലാം അന്ധകാരമാണ്. ഒന്നും കാണാത്ത വിധത്തിൽ അവരുടെയൊക്കെ കണ്ണുകൾ മൂടൽ ബാധിച്ചിരിക്കുകയാണ്. എൻ്റെ ഈശോയെ, ഈ ആരാധന സമയത്ത് ഇങ്ങനെ വലിയ ദാരിദ്ര്യ ദുഃഖത്തിൽ കഴിയുന്ന, ഇല്ലായ്മയുടെ എരിതീയിൽ കഴിയുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. മക്കളെ, നമുക്കൊന്ന് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. സാമ്പത്തികമായി അങ്ങേയറ്റം വിഷമിക്കുന്നവർ, അവരുടെ മുന്നിൽ ഒരു വഴികളും തെളിഞ്ഞ് കാണാനില്ല. മക്കൾക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കാനോ വസ്ത്രം വാങ്ങിക്കാനോ മറ്റേതെങ്കിലും കാര്യത്തിനോ ആവശ്യമുള്ള സാമ്പത്തികമായ ഒരു വഴിയും കാണാനില്ല. ഇതുപോലെ വിഷമിക്കുന്നവര്, ഉള്ളും മുഴുവൻ ഉരുകി കരയുന്ന ഓരോ കുടുംബനാഥന്മാര് അവർക്ക് വേണ്ടി 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക്. എന്നിട്ട് യേശുവേ എന്ന് ഉറക്കെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ, കരമുയർത്തി സ്വരമുയർത്തി ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ അതിശക്തമായ ഇടപെടൽ ഉണ്ടാകും. കർത്താവ് ഓരോരുത്തരെയും കൈക്ക് പിടിച്ച് ഇല്ലായ്മയുടെ ഗ്രാമത്തിൽ നിന്ന്, ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ നിന്ന്, വലിയ പഞ്ഞത്തിന്റെ കെടുതികളിൽ നിന്ന് കർത്താവ് കൈക്ക് പിടിച്ച് രക്ഷിക്കും. കൈക്ക് പിടിച്ച് സമൃദ്ധിയിലേക്ക്, രക്ഷയിലേക്ക് നയിക്കും. കരമുയർത്തി വിളിക്കാൻ നമുക്ക്. ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഒരുമിച്ച് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ. മനമുരുകി കരയുന്ന കരങ്ങൾ കൂപ്പി മക്കളെ കേൾക്കണേ, കർത്താവേ കാരുണ്യം ചൊരിയണമേ. എല്ലാവരും ചേർന്ന് മനമുരുകി കരയുന്ന മക്കളെ കേൾക്കണേ, കർത്താവേ കാരുണ്യം ചൊരിയണമേ. 2 കരങ്ങളും ഉയർത്തി ആരാധിക്കാം. കർത്താവേ കാരുണ്യം ചൊരിയണമേ. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് കർത്താവേ കാരുണ്യം ചൊരിയണമേ. കരങ്ങൾ കൂപ്പിക്കൊണ്ട് മക്കളെ മുട്ടുകൾ കുത്തുക. മുട്ടുകൾ കുത്തി
ഇരു കരങ്ങളും തുറന്നു പിടിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അവിടുത്തെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാം. ഈശോ ഒന്ന് ആശീർവദിച്ചാൽ മതി, നമ്മൾ അനുഗ്രഹീതരായി തീരും. നമ്മുടെ എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകും, നമ്മുടെ സങ്കടങ്ങൾ മാറിപ്പോകും, ഉള്ളിൻ്റെ ഉള്ളിലെ ഉരുകുന്ന വേദനകളൊക്കെ ഈശോ എടുത്തു മാറ്റും. അതിനായിട്ട് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആരാധിക്കാം. നമുക്ക് അവിടുത്തെ ആശീർവാദം ഏറ്റു സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നീ എഴുന്നള്ളി വരണമേ. കർത്താവേ, ഞങ്ങളെ ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും